ഹരേ ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ ശരണം. കാരുണ്യാൽ കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാദൈശ്വര്യാദീശധന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയുച്ഛൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫേദഭാഗ്യാ സ്ത്വം ചാത്മാ രാമയവത്യേതുലഗുണഗണാധാര ശൗരേ നമസ്തേ. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോഭഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപിതേ സംഘവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവച്ഛബ്ദമുഖ്യാശ്രയോസി. പരബ്രഹ്മസ്വരൂപിയായ അങ്ങാകട്ടെ ഭജിക്കുന്ന ഭക്തരിലുള്ള കാരുണ്യം കാരണം വിശേഷ വാത്സല്യത്തോടെ സ്വരൂപമാകുന്ന മോക്ഷത്തെ തന്നെ ദാനം ചെയ്യുന്നു. പരിപൂർണ ഭാഗ്യവാന്മാരായിരിക്കുന്ന ജീവകോടികൾ സർവമനോഹരമായ ബ്രഹ്മസ്വരൂപത്തിൽ അതിയായി ആനന്ദിക്കുന്നു. അങ്ങാകട്ടെ അങ്ങയിൽ തന്നെ രമിക്കുന്നു. ഇപ്രകാരം തനിക്കും മറ്റുള്ളവർക്കും ഗുണങ്ങൾക്കു സ്ഥാനഭൂതനായിരിക്കുന്ന മഹാവിഷ്ണു, അങ്ങേക്ക് നമസ്കാരം. മുരാരിയായ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഐശ്വര്യം, അങ്ങയുടെ യശസ് മുക്തന്മാരായ യോഗികളാൽ വർണ്ണിക്കപ്പെടുന്നു. മാത്രമല്ല ശ്രവണം മാത്രത്താൽ തന്നെ പാപത്തെ ഇല്ലായ്മ ചെയ്യുന്നതുമാണ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, അസംഗത്വം ഇവ ആറും ചേരുന്നതാണ് ഭഗം. ഇവ ആറും പൂർണ്ണമായി അങ്ങയിൽ വിലസുന്നതുകൊണ്ട് ഐശ്വര്യാദികൾ ആറും തികഞ്ഞ അങ്ങാണ് യഥാർത്ഥ ഭഗവാൻ. അതിനാൽ ഭഗവാൻ എന്ന ശബ്ദത്തിൻ്റെ മുഖ്യവാച്യാർത്ഥമാകുന്നു ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് കവിമതം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ഹരയേ നമഃ. ഓം വിഷ്ണവേ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഹരേ ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഒന്നാം ദശകം സമാപ്തം.